വെടിനിർത്തലിന് ശേഷവും ലെബനനിൽ വ്യാപക ആക്രമണവുമായി ഇസ്രായേൽ. ഒറ്റ രാത്രി കൊണ്ട് കൊല്ലപ്പെട്ടത് 254 പേരാണ്. ഇറാനിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. വെടിനിർത്തൽ ലംഘനത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കും വീണ്ടും ഇറാൻ അവിടെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. ലെബനിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ ഇറാൻ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ വേണോ അതോ ഇസ്രായേൽ വഴിയുള്ള യുദ്ധം തുടരണമോ എന്നാണ് US തീരുമാനിക്കണമെന്ന് അബ്ബാസ് അരഗ്ജി വ്യക്തമാക്കുന്നത്. അതേസമയം ലെബന്റെ പേരിൽ ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചാൽ അത് വിഡ്ഢിത്തമാകുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസും വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ടായി. If Iran wants to let this negotiation fall apart in a conflict where they were getting hammered over Lebanon, which has nothing to do with them and which the United States never once said was part of the ceasefire, that's ultimately their choice. We think that would be dumb, but that's their choice. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്നലെയാണ് ഈ സമാധാന കരാർ ഉണ്ടായി രംഗത്ത് വന്നത്. 10 ഇന ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിച്ചു ഇറാന്റെ എന്നായിരുന്നു വിവരം. പക്ഷെ അതിനുശേഷം ഇസ്രായേൽ ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ പറയുന്നുണ്ട് ഇസ്രായേൽ ഈ കരാറിൽ തൃപ്തരല്ല എന്ന്. ഈ കരാറിന്റെ ഭാഗമായിരുന്നു ഇറാന്റെ സഖ്യകക്ഷികൾക്ക് എതിരെ ആക്രമണം ഉണ്ടാവരുത്, ലെബനൻ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകരുത് എന്ന് പാകിസ്ഥാന് സമ്മതിച്ചതാണ്. ഇതാ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ലെബനിലേക്ക് തുടർച്ചയായി ആക്രമിക്കുന്നു. അതും ഇതുവരെ കാണാത്ത വിധം. അത് ഇസ്രായേലിനെ വല്ലാതെ ഈ കരാർ പ്രകോപിപ്പിച്ചതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ഇത്തരത്തിൽ നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ട് പോയാൽ ഒരു തരത്തിലും സമാധാനം ഉണ്ടാകില്ല. ടെല്ലവീവ് ആക്രമിക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് മറ്റൊരു പശ്ചാത്തലത്തേക്ക് നയിക്കുകയാണ്. രഞ്ജിത്ത്, മനുഷ്യത്വരഹിതമായ വളരെ രൂക്ഷമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേൽ ലെബനനിൽ നടത്തിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അവർ ഒറ്റ ദിവസം കൊണ്ട് 100-ലധികം കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത്. ഏതാണ്ട് 254 പേർ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരം. 1165-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടും അവിടെ ലെബനൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ബെയ്റൂട്ടിൽ ഒരു ഹിസ്ബുള്ള തലവനെ ഉൾപ്പെടെ വധിച്ചതായിട്ടാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത്. ഈ ഹിസ്ബുള്ള ഭാഗമായിട്ടുള്ള എല്ലാ ഗ്രൂപ്പുകളെയും നശിപ്പിക്കും എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ ശക്തമായിട്ടുള്ള ആക്രമണം ലെബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇറാൻ മുന്നോട്ട് വെച്ച അവരുടെ 10 നിർദ്ദേശങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ലംഘനം തന്നെയാണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇറാന് നേരെയും അതുപോലെ തന്നെ ഇറാന്റെ സഖ്യകക്ഷികൾക്ക് നേരെയുമുള്ള ആക്രമണം അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണമെന്ന്. ഇതിൽ ലെബനനും സിറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ ആദ്യം തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് തങ്ങൾ ഇറാന് നേരെ ആക്രമണങ്ങളൊന്നും നടത്തില്ല. ഇപ്പോൾ US-മായി ഉണ്ടാക്കിയിട്ടുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം തങ്ങൾ 2 ആഴ്ചത്തേക്ക് ഇറാനിലേക്ക് യാതൊരുവിധ ആക്രമണങ്ങളും നടത്തില്ല. ഇതെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ തങ്ങൾ ലെബനിലേക്ക് ആക്രമണം നടത്തും. ഇറാനുമായിട്ടുണ്ടാക്കിയ സമാധാന കരാർ അത് ലെബനൻ അതിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട്. ഇപ്പോൾ US-ഉം സമാനമായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ US വൈസ് പ്രസിഡന്റ് JD വാൻസിനോട് ഈ ലെബനനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് US ഇറാനുമായിട്ടുണ്ടാക്കിയ കരാറിൽ, വെടിനിർത്തൽ കരാറിൽ ലെബനൻ ഉൾപ്പെടുന്നില്ല. ലെബനന്റെ പേരിൽ ഇറാൻ തങ്ങളുടെ ആ വെടിനിർത്തൽ കരാർ അത് ലംഘിക്കുകയാണെങ്കിൽ അത് മണ്ടത്തരമാകും, അത് വിഡ്ഢിത്തമാകുമെന്നാണ് JD വാൻസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ വരുന്നത് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അതായത് ഹോർമുസ് ഇടയ്ക്ക് തുറന്നു, അതിനുശേഷം 4-5 കപ്പലുകളെ കടത്തിവിട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിനുശേഷം വീണ്ടും ഹോർമുസ് അടച്ചു എന്നും ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. പക്ഷേ ഇറാൻ പറയുന്നത് കപ്പലുകളുടെ റൂട്ട് മാറ്റി വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ക്രമീകരണങ്ങൾ മാത്രമാണ് എന്നാണ്. പക്ഷെ അപ്പോഴും ഈ ഹോർമുസിൽ തട്ടിയായിരുന്നുവല്ലോ ഇത്രയും നാൾ ചർച്ചകൾ വഴിമുട്ടിയിരുന്നത്. അത് തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുന്ന ഇറാൻ ഹോർമുസിൽ കപ്പലുകൾ കടക്കാൻ ടോൾ അടക്കം മറ്റു വാർത്ത പുറത്തു വരുന്നത് ഇറാന്റെ നാവികസേനയുടെ അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമാണ് കപ്പലുകൾ കടത്തിവിടുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത്തരം നിബന്ധനകൾ, ഇത്തരം കടുംപിടുത്തങ്ങളൊക്കെ ഇസ്രായേലിനെയും അമേരിക്കയെയും പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ ഹോർമുസ് പൂർണ്ണമായും തുറന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ അജയ്. ഇക്കാര്യത്തിൽ പലതരം റിപ്പോർട്ടുകളാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പുറത്തുവിടുന്നത്. അൽ ജസീറ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം IRGC ഈ നിലവിൽ ഈ ഹോർമുസ് കടലെടുക്കിൻ്റെ കാര്യത്തിൽ വ്യക്തമാക്കുന്നത് നിലവിൽ ഹോർമുസ് കടലെടുക്ക് വഴി എല്ലാ കപ്പലുകൾക്കും യാത്ര ചെയ്യാം. എന്നാൽ മേഖലയിൽ ഇറാൻ കുറച്ച് മൈനുകൾ വിന്യസിച്ചിരിക്കുന്നത് കാരണം ഈ കപ്പലുകളുടെ റൂട്ട് മാറ്റി മറ്റൊരു റൂട്ട് വഴി പോകണമെന്നതാണ് IRGC നേവിയുടെ നിർദ്ദേശം. അതായത് ഇറാന്റെ തെക്കൻ മേഖലയിലുള്ള ലറാഖ് ദ്വീപിൽ
ദ്വീപിന്റെ വടക്ക് ഭാഗത്തു കൂടി കറങ്ങി പിന്നീട് ഗൾഫ് മേഖലയിലേക്ക് കടക്കണം എന്നതാണ് IRGCയുടെ ഒരു നിർദ്ദേശം. ഈ റിപ്പോർട്ട് അൽ ജസീറയാണ് പുറത്തുവിട്ടത്. അതേസമയം CNN വേൾഡിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് IRGC ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെ പൂർണ്ണമായിട്ടും ഹോർമുസ് കടലെടുക്ക് അടച്ചു എന്ന് CNN വേൾഡും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പലതരം റിപ്പോർട്ടുകളാണ് നിലവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഹോർമുസ് കടലെടുക്കിന്റെ വിഷയത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. പല എണ്ണക്കപ്പലുകളും ഈ മേഖലയിൽ ഒരു കൺഫ്യൂഷൻ തുടരുന്ന സാഹചര്യത്തിൽ ഇതുവഴി യാത്ര ചെയ്യാതെ ഇരിക്കുകയാണ്. ഇതിന്റെ രണ്ട് ഭാഗത്തും പല കപ്പലുകളും ഇപ്പോഴും കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ഈ ലെബനിലേക്കുള്ള ഇസ്രായേലിന്റെ ആക്രമണം മേഖലയിലൂടെയുള്ള ഒരു ചരക്ക് ഗതാഗതത്തെയും തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. അതേസമയം US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നത് ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം അത് ഇപ്പോൾ കുറച്ചുകൂടി സുഗമമായി, കൂടുതൽ കപ്പലുകൾ മേഖലയിലൂടെ യാത്ര ചെയ്യുന്നു, ഇതുവഴിയുള്ള ട്രാഫിക് കൂടി എന്നെല്ലാമാണ് JD വാൻസ് പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ഇറാനും ഈ ലെബനന് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി പറയുന്നത് ഇസ്രായേൽ വഴി ഒരു ആക്രമണം അതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെങ്കിൽ, ഇസ്രായേൽ വഴി ഈ ആക്രമണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അമേരിക്കയുടെ ഉദ്ദേശമെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ അത് തീർച്ചയായിട്ടും ലംഘിക്കപ്പെടും. ഇക്കാര്യത്തിൽ അമേരിക്ക ഒരു കൃത്യമായി തീരുമാനമെടുക്കണം എന്നതാണ് അബ്ബാസ് അരക്ചി വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ലെബനനിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളെ ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ ശക്തമായിട്ടുള്ള ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. അതുപോലെ ഇറാനുള്ളിലും ചില ആക്രമണങ്ങൾ ഉണ്ടായതായിട്ട് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുണ്ട്. ഇറാനുള്ളിലെ സമാധാനം അവിടെ തുടരുകയാണ്. അബ്ബാസ് അരക്ചിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം ഇസ്രായേലിൽ നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക സമാധാനം കാക്ഷിക്കുന്നുവെങ്കിൽ പോലും ഇസ്രായേലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള വ്യാപകമായ ഒരു വിമർശനം കൂടി ഉയരുന്ന പശ്ചാത്തലമുണ്ട്. ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലമൊക്കെ ഇറാനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഈ ആക്രമണം ഉണ്ടായപ്പോൾ ഇറാനൊപ്പം നിന്ന രാജ്യങ്ങളൊന്നാണ് ലെബനോൻ. ഹിസ്ബുള്ളയുടെ വലിയ പിന്തുണ ഇറാനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉണ്ട്. പക്ഷേ അതിനിടയിലാണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത്. ഇറാന്റെ കരാറിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഈ ലെബനനടക്കം ആക്രമിക്കരുത് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അമേരിക്കയല്ല, ഇസ്രായേലാണ് ലെബനെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് ആശങ്ക വല്ലാതെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഒരുക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. അതേസമയം ലെബനിലെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതവുമായി ബന്ധപ്പെട്ടും ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഹോർമുസിൽ ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ടോൾ അടക്കം ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലം ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നു എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. മറ്റൊന്ന്, ഇറാന്റെ ആക്രമണം ഇന്നലെയും തുടർന്നു ഗൾഫ് രാജ്യങ്ങളിൽ എന്നുള്ള നിർണായകമായ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സൗദിയുടെ എണ്ണ പൈപ്പ് ലൈൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. UAE, സൗദി, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് എന്നിവിടങ്ങളിലെല്ലാം ഇറാൻ ആക്രമണം നടത്തിയെന്ന വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. സൗദിയുടെ തന്ത്രപ്രധാനമായ കിഴക്ക് പടിഞ്ഞാറൻ എണ്ണ പൈപ്പ് ലൈനിന് നേരെ ആക്രമണമുണ്ടായി. സൗദിയുടെ കിഴക്കൻ മേഖലയിലെ എണ്ണപ്പാടങ്ങളിൽ ആക്രമണം സംഭവിച്ചു. വലിയ എണ്ണപ്പാടങ്ങളാണ് ഇത്. തകരാറുകൾ പൈപ്പ് ലൈനുകൾക്ക് സംഭവിച്ചു എന്നുള്ള വിവരമുണ്ട്. നിരവധി ഡ്രോണുകൾ ഈ മേഖലയിലേക്ക് വരികയും മറ്റും ചെയ്തു. അത് തടഞ്ഞുവെന്നാണ് സൗദി പറയുന്നത്. 9ഓളം ഡ്രോണുകൾ ആക്രമണം നടത്തിയെന്നുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിവരം പുറത്തുവരുന്നുണ്ട്. അബുദാബിയിലെ ഹബ്ഷാൻ വാതക പ്ലാന്റിൽ മിസൈൽ ആക്രമണത്തിൽ തീ പടർന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. UAE പൗരന്മാർക്കും ഇന്ത്യക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. വാതക പ്ലാന്റിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കുന്നുണ്ട്. 17ഓളം ബലിസ്റ്റിക് മിസൈലുകളും 35 ഡ്രോണുകളും UAEക്ക് നേരെ ആക്രമണം നടത്തി എന്നുള്ളതാണ്. ഇതിപ്പോ അജയ്, ഈ ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിക്കുന്ന രീതി ഇറാൻ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും നിർണായകമായി മാറുകയാണ്. മേഖലയിൽ സമാധാനമുടൻ ഉണ്ടാകില്ല എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ബഹ്റൈനിൽ ഈ ഇസ്രായേലിൻ്റെ ലെബനൻ ആക്രമണത്തിന് മറുപടി വീണ്ടും ഗൾഫിലാണ്. രഞ്ജിത്ത്, നമുക്ക് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു ആശ്വസിക്കാം. കാരണം ഈ ആക്രമണങ്ങളെല്ലാം ഇന്നലെ ഉണ്ടായതാണ്. ഇന്നലെ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതത്വങ്ങളൊക്കെ നിലനിന്നിരുന്നു. അവിടെയുള്ള എല്ലാ വിഭാഗം സൈന്യത്തിനും നിർദ്ദേശങ്ങൾ എത്താനായിട്ട് ചില കാലതാമസം നേരിട്ടിരുന്നു. അതായത് ഇപ്പോൾ IRGC മാത്രമല്ല ഇറാന്റെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സൈനിക വിഭാഗങ്ങളെന്ന് പറയുന്നത്. ഇറാനുള്ളിൽ നിരവധി സൈനിക വിഭാഗങ്ങളുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഈ കരാറിന്റെ വിവരങ്ങൾ എത്തി ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ
വരാൻ അത് കുറച്ച് സമയമെടുത്തു. ഇതിന്റെ ഭാഗമായി ഇറാനുള്ളിലും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനുള്ളിലെ ഒരു എണ്ണ ശുദ്ധീകരണശാല ഉൾപ്പെടെ ആക്രമണത്തിന് വിധേയമാകുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ആദ്യഘട്ടത്തിൽ ഈ ഗൾഫ് മേഖലയിലേക്ക് ഇറാന്റെ ആക്രമണങ്ങൾ സജീവമായി തന്നെ നടന്നിരുന്നു. മേഖലയിൽ പല ഭാഗത്തും സ്ഫോടനങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ ഈ മണിക്കൂറുകൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോഴൊരു 6 മണിക്കൂർ സമയത്തെ ഒരു പീരീഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. പല രാജ്യങ്ങളും, ഒമാനടക്കം പല രാജ്യങ്ങളും ഫ്ലൈറ്റ് സർവീസ് അടക്കം പുനഃസ്ഥാപിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങിയിട്ടുണ്ട്. പല രാജ്യങ്ങളും ഇപ്പോൾ അവരുടെ എയർ സ്പേസിൽ പല മേഖലകളിലും ഫ്ലൈറ്റുകൾക്ക് ഒരു റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോഴതെല്ലാം പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ ഈ ആക്രമണങ്ങളുടെ ഭാഗമായി ഏറ്റവും വലിയ ഒരു തീപിടുത്തമുണ്ടായത് ഇന്നലെ ബഹ്റൈനിലാണ്. അവിടെ ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തെ ബഹ്റൈൻ്റെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ അപലപിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഈ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് തീർച്ചയായിട്ടും ഒരു ആശ്വാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായും. ഒപ്പം ഈ സമാധാന ചർച്ചകൾ അടുത്ത ആഴ്ചയോടുകൂടി ആരംഭിക്കും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് ശനിയാഴ്ചയോട് കൂടി സമാധാന ചർച്ച, ഒരുപക്ഷെ ഈ ആഴ്ച അവസാനം തന്നെ സംഭവിച്ചേക്കാമെന്നുള്ളതാണ്. JD വാൻസാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, പാകിസ്ഥാനിലേക്ക് എത്തുകയും അവിടെ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും മറ്റും ചെയ്യുക. അത് വൈറ്റ് ഹൗസ് ആ വിഷയം പങ്കുവച്ചിട്ടുണ്ട്. വാൻസിനൊപ്പം അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണർ എന്നിവരും ചർച്ചകളിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചർച്ചകളുടെ ആദ്യഘട്ടം ശനിയാഴ്ച രാവിലെ ഇസ്ലാമാബാദിൽ ആരംഭിക്കുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സമാധാന ചർച്ചകൾക്ക് പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്ന് ചില മുന്നറിയിപ്പുകൾ, രണ്ട് കൂട്ടരുടെ മുന്നറിയിപ്പുകൾ ഉണ്ടല്ലോ അജയ്. കാരണം ഇതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇറാന്റെ ഭാഗത്തുണ്ടാകണം എന്നാണ് ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ വീണ്ടും ഒരു യുദ്ധമുഖം തുറക്കുമെന്നും. ഇപ്പോൾ ഈയൊരു നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രകാരം ഈ ചർച്ചകൾ ആരംഭിക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ച മുതലാണ്. ഇസ്ലാമാബാദിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. അമേരിക്കയെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജാരഡ് കുഷ്ണറും അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫുമാണ്. ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് US-ന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസുമാണ്. JD വാൻസ് ഇതിനോടകം തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നു US-ന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ ഇസ്ലാമാബാദിലേക്ക് യാത്ര തിരിച്ചു എന്ന്. ഇപ്പോൾ എന്തായാലും ഇറാന്റെ ഭാഗത്ത് ഈ ചർച്ചയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. എന്തായാലും ഇസ്ലാമാബാദിൽ വെച്ച് ഈ ചർച്ചകൾ തുടരും എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമൊന്നുമില്ല. എന്തായാലും ഈ വെടിനിർത്തൽ കരാറിന്റെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ലംഘനം, അത് ഇറാൻ വളരെ ഗൗരവകരമായിട്ടാണ് കാണുന്നത്. അബ്ബാസ് അരക്ചിയുടെ പ്രതികരണമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ആക്രമണം അത് ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും കരാറിൽ നിന്ന് ഒരു പിന്മാറ്റം അത് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ മേഖല വീണ്ടും ഒരു സംഘർഷത്തിൽ പോകാം. എന്നാൽ അമേരിക്കയും ഇറാന്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും ഇത്തരമൊരു കാര്യം ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവർ രണ്ട് കൂട്ടരും ഒരു സമാധാന കരാറുമായി മുന്നോട്ട് നീങ്ങാനുള്ള തീരുമാനത്തിലാണ്. ഈ ചർച്ചകളുടെ ഭാഗമായി പാകിസ്ഥാൻ, ഈ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാനും വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. എന്നാൽ ഇസ്രായേൽ ആദ്യം മുതൽ തന്നെ ഒരു അതൃപ്തി ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. അവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്ന ചില പ്രതികരണങ്ങളാണെങ്കിലും ലെബനനിലേക്കുള്ള ആക്രമണങ്ങൾ നിർത്താൻ നിശ്ചയിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ ആ ആക്രമണങ്ങൾ ഇനി ഏത് ഘട്ടം വരെ അവർ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതനുസരിച്ചിരിക്കും ഈ സമാധാന കരാറിന്റെ ഭാവി. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ലെബനിലടക്കം ആക്രമണങ്ങൾ മുന്നോട്ട് പോകുന്നു. ഹോർമുസിലും അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലമുണ്ട്.